രാജ്യത്തെ യുവാക്കളുടെ രോഷം അണപൊട്ടിയൊഴുകുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തെ പിന്തുണച്ച സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച നസ്രുദ്ദീൻ ഷാ അനീതി ചോദ്യം ചെയ്യപ്പെടുമെന്നും എല്ലാം ഓർത്തുവെക്കപ്പെടുമെന്നും പറഞ്ഞു. സമരം പ്രതീക്ഷ നൽകുന്നുവെന്നും ഓരോ രക്ഷിതാവും ചിന്തിക്കേണ്ട സമയമെന്നും ഗായിക ഗൗരി ലക്ഷ്മി കുറിപ്പെഴുതി. സമാധാന സമരത്തെ തെരുവിൽ ചവിട്ടിയരച്ച ഡൽഹി പോലീസ് നടപടി രാജ്യവ്യാപക പ്രതിഷേധത്തിന് തിരികൊളുത്തുകയായിരുന്നു. നീറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷാ ക്രമക്കേടുകളിൽ അമർഷത്തിലായിരുന്ന ജനതയ്ക്ക് CJP പ്രതിഷേധം ഊർജ്ജമായി. രാജ്യത്തിന്റെ ഭാവിയായ കുട്ടികളുടെ ജീവിതം വെച്ചുള്ള സർക്കാരിന്റെ തീക്കളിക്കെതിരെ ശബ്ദമുയർത്തി കലാസാംസ്കാരിക പ്രവർത്തകർ സജീവമായി. കുട്ടികളെ തെരുവിലിട്ട് മർദ്ദിക്കുന്നവർക്കെതിരെ ബോളിവുഡ് താരം നസ്രുദ്ദീൻ ഷാ രംഗത്തെത്തി. അനീതി ചെയ്യുന്നവർ ചോദ്യം ചെയ്യപ്പെടുമെന്നും എല്ലാം ഓർത്തുവെക്കപ്പെടുമെന്നും നസ്രുദ്ദീൻ ഷാ. कभी अपने बच्चों के बारे में भी सोचा करो और ये भी सोचो कि तुम्हारा अंजाम तुम्हें भी एक दिन मिलेगा जरूर. इन सब बच्चों से मैं कहना चाहता हूं कि हिम्मत ना हारें. बहुत से लोगों की हमदर्दी आपके साथ है, बहुत से लोग आपके साथ हैं. ബോളിവുഡ് നടിമാരായ പ്രീതി സിൻഡ, സോഹ അലി ഖാൻ, ദിയ മിർസ എന്നിവരും രംഗത്തെത്തി. സമരത്തെ ഹൈജാക്ക് ചെയ്യാൻ ചില ദേശവിരുദ്ധർ ശ്രമിക്കുന്നുണ്ടെന്നും അതിനനുവദിക്കരുതെന്നും പ്രീതി സിൻഡ പ്രതികരിച്ചു. നടൻ സോനു സൂദ്, ഗായകൻ വീർദാസ് തുടങ്ങിയവരും പാറ്റ പാർട്ടിയുടെ പ്രതിഷേധത്തെ പിന്തുണയ്ക്കുന്നതായി വ്യക്തമാക്കി. സിനിമ, സീരിയൽ താരങ്ങളും സമരത്തിന് അനുകൂല നിലപാടെടുത്തു. ജന്തർ മന്ദറുള്ള പ്രതിഷേധം പ്രതീക്ഷ നൽകുന്നുവെന്നും ഓരോ രക്ഷകർത്താവും ചിന്തിക്കേണ്ട സമയമാണിതെന്നും ഗൗരി ലക്ഷ്മി ഇൻസ്റ്റഗ്രാമിൽ കുറിപ്പെഴുതി. നീറ്റ് ക്രമക്കേടിൽ മനം നൊന്ത് ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ വാക്കുകൾ പങ്കുവച്ചായിരുന്നു കുറിപ്പ്. പ്രതിഷേധത്തെ പിന്തുണച്ച് സംവിധായകൻ അമൽ നീരദും രംഗത്ത് വന്നു. അതേസമയം സമരത്തെ പിന്തുണച്ച മോഹൻലാലിന്റെ മകളും നടിയുമായ വിസ്മയ മോഹൻലാലിനെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത്. മോഹൻലാലിന്റെ പേര് കളയുന്നുവെന്നും ഇത്തരം നിലപാടെടുത്താൽ എന്താണ് സ്ഥിതിയെന്ന് പൃഥ്വിരാജിനോട് ചോദിച്ചാൽ മതിയെന്നും വിസ്മയുടെ സമൂഹമാധ്യമ പോസ്റ്റുകളിൽ കമന്റ് നിറയുകയാണ്. സമരത്തെ അനുകൂലിക്കുന്ന മറ്റു താരങ്ങൾക്കെതിരെയും സമാനമായ സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട്. എന്നാൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്രമാറ്റവും ആവശ്യപ്പെട്ടുള്ള സമരത്തിന് നാൾക്കുനാൾ പിന്തുണ വർദ്ധിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.